ഈ അടുത്ത ഇടയ്ക്ക് കേരളത്തിലെ ഒരു പ്രമുഖ ന്യൂസ് പേപ്പർ ഒരു പഠനത്തിനായിട്ട് ഒരുങ്ങി. വലിയച്ഛന്മാരും വലിയമ്മമാരും പേരക്കുട്ടികളും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ഇതാണ് അവർക്കറിയേണ്ടത്. ഞാൻ ചോദിച്ചു, ഈ മുത്തച്ഛന്മാരും പേരക്കുട്ടികളും തമ്മിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അച്ഛനമ്മമാരും മക്കളും തമ്മിൽ പ്രശ്നങ്ങളില്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ബന്ധമാണ് എല്ലാ വീട്ടിലും ഉള്ളത്. ഈ കേരളത്തിൽ കുറെ കാലമായിട്ട് ഈ മാനുഷിക ബന്ധങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ കൂടി വരികയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ജനപ്പെരുപ്പം, പോപ്പുലേഷൻ സ്ട്രെസ് ഒരു കാരണമായിരിക്കാം. വേറൊരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് അക്രമ രാഷ്ട്രീയം തന്നെയാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഈ മനുഷ്യർ തമ്മിൽ ഈ വലിപ്പച്ചെറുപ്പവും തൊട്ടുകൂടായ്മയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യ സമരം ആണ് ആദ്യമായിട്ട് ഒരു വ്യത്യസ്ത മനുഷ്യ ബന്ധം കാണാൻ കാരണമായതെന്ന് തോന്നുന്നു. ഏതായാലും സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഈ ഒരു രീതി നിയന്ത്രിക്കണമെന്ന് ഭരണാധികാരികൾക്കൊന്നും തോന്നിയിട്ടില്ല. നേരെ മറിച്ച് ഇതവർ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. തൊട്ടേന്നെല്ലാം സമരം, ഉപരോധം, ഹർത്താൽ, ബന്ദ്, ഭരണാധികാരികളെ ബഹുമാനിക്കാതിരിക്കുക, അവരെ പറ്റി മോശമായിട്ട് സംസാരിക്കുക എന്നുള്ള ഒരു ശീലം ഒരു രാഷ്ട്രീയ അവബോധത്തിൻ്റെ ലക്ഷണമായിട്ട് പലരും കാണാൻ തുടങ്ങി. അതായത് അധികാരസ്ഥാനത്തിരിക്കുന്ന ആരായാലും അവരെ ചോദ്യം ചെയ്യുക, അവരോട് ധിക്കാരമായിട്ട് പെരുമാറുക, പിന്നെ എല്ലാം ഒരുമിച്ച് ചേർന്ന് പണിമുടക്കുക. അത് വിദ്യാർത്ഥികളായാലും തൊഴിലാളികളായാലും ഇതൊക്കെ നമ്മുടെ ഒരു ജനജീവിതത്തിൻ്റെ ഭാഗമായി. ആദ്യം ഏറ്റവും ശക്തമായിട്ടുണ്ടായത് ഈ തൊഴിലാളി മുതലാളി ഈ ബന്ധത്തിലാണ്. ഈ മുതലാളിമാരെ അല്ലെങ്കിൽ തൊഴിലുടമകളെ വർഗശത്രുക്കളായിട്ട് കാണുക, അവരെ ബഹുമാനിക്കാതിരിക്കുക, അവർ പറയുന്നതൊന്നും അനുസരിക്കാതിരിക്കുക, ജോലി ചെയ്യാതിരിക്കുക. അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലുള്ള തൊഴിലാളികൾ പോലും സമരം ചെയ്യുന്നത് വലിയ ഒരു കഴിവായും നേട്ടമായും പൊതുജനങ്ങളും ഭരണാധികാരികളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലും തൊഴിലാളികൾ സമരം ചെയ്യുകയും ആ സ്ഥാപനങ്ങളെല്ലാം തൊഴിലാളികൾക്ക് തന്നെ കൊടുക്കുകയും അവർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് ഇതേ സ്ഥാപനങ്ങളുടെ ഉടമകളാവുകയും ചെയ്യുന്ന പല സംഭവങ്ങളും ഇന്ത്യയിൽ ഉണ്ടായി. അങ്ങനെ ഈ തൊഴിൽ രംഗത്ത് അച്ചടക്കം ഇല്ലാതായി. പിന്നെ ഇത് മറ്റു രംഗങ്ങളിലേക്കും വ്യാപിച്ചു. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പൂർവികർ കേരളത്തിലെ ആദ്യത്തെ ഒരു പ്രസ് നടത്തിയിരുന്നവരാണ്. കമലാലയ പ്രിന്റിംഗ് ആൻഡ് ബുക്ക് ഡിപ്പോ. അപ്പോൾ സി വി രാമൻപിള്ളയുടെയും മറ്റും
രാജരാജവർമ്മയുടെയും മറ്റും പുസ്തകങ്ങളൊക്കെ അവരാണ് പബ്ലിഷ് ചെയ്തത്. ഒരുപാട് ആദ്യകാലത്തെ സാഹിത്യകൃതികളും മറ്റും അവരാണ് പബ്ലിഷ് ചെയ്തത്. കാലക്രമേണ അവിടെയും സമരം ഉണ്ടായി. വേതനം പോരാ എന്നൊക്കെ പറഞ്ഞ് തൊഴിലാളികൾ സമരം ചെയ്തു. ഈ സമരം ചെയ്യുമ്പോൾ നേതാക്കന്മാർ വരും, അവർ രാഷ്ട്രീയക്കാരാണ്. പിന്നെ ഒത്തുതീർപ്പാകും, ശമ്പളം കൂട്ടിക്കൊടുക്കും. ഇങ്ങനെ എന്ന് സമരമായി. അപ്പോൾ കൊടുക്കാവുന്നതിൻ്റെ പരമാവധി കൂട്ടിക്കൊടുത്തിട്ടും സമരം നിൽക്കുന്നില്ല. അവസാനം പ്രസ് പൂട്ടി അവരുടെ ബിൽഡിംഗ് ഒരു ലോഡ്ജായിട്ട് മാറ്റി. ഇപ്പം മാസ വാടകയ്ക്ക് മുറികൾ കൊടുക്കുന്ന ലോഡ്ജ്. അപ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആദ്യമൊന്നും പ്രശ്നങ്ങളില്ലായിരുന്നു. പിന്നെ ഇവിടെയും സംഘടനകൾ വന്നു. ഓരോ പാർട്ടിക്കും ഓരോ സംഘടന. അവരെല്ലാം ചേർന്ന് ഡിമാൻഡ് വെക്കും, ഈ ബിൽഡിങ് പെയിന്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വാടക തരത്തില്ല. അപ്പോൾ വാസ്തവത്തിൽ റീപെയിന്റിങ്ങിന് സമയമായില്ലെങ്കിലും എൻ്റെ ഫ്രണ്ട് ബിൽഡിങ് റീപെയിന്റ് ചെയ്തു. ഇനി അടുത്ത സമരം, ഓരോ മുറിയിലും വാഷ് ബേസിൻ വേണം. ടോയ്ലറ്റിനോട് ചേർന്നുള്ള വാഷ് ബേസിൻ പോരാ. അപ്പോൾ ഓരോ മുറിയിലും വാഷ് ബേസിൻ വെച്ച് തന്നില്ലെങ്കിൽ ഞങ്ങളാരും വാടക തരത്തില്ല. അപ്പോൾ ഒരു ഗ്രൂപ്പുകാർ വാടക കൊടുക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ മറ്റേ ഗ്രൂപ്പുകാരും വാടക കൊടുക്കാതെ. പിന്നെ മാനേജറോട് വളരെ ധിക്കാരപരമായിട്ട് സംസാരിക്കുള്ളൂ, മുഖത്ത് നോക്കിയില്ല. ഇങ്ങനെ ഇത് കൂടിക്കൂടി വന്ന് നിവൃത്തിയില്ലാതെ ലോഡ്ജ് പൂട്ടേണ്ടി വന്നു. പിന്നെ അനുവാദമില്ലാതെ ഗസ്റ്റുകളെ താമസിപ്പിക്കുക. അതായത് അച്ചടക്കം കംപ്ലീറ്റ് ആയിട്ട് തകർന്നു. അപ്പം നിവൃത്തിയില്ലാതെ എൻ്റെ സുഹൃത്ത് ആ കെട്ടിടം വിറ്റിട്ട് സ്ഥലം വിട്ടു, ലോഡ്ജ് പൂട്ടി. പിന്നെ വിദ്യാർത്ഥി സമരമാണ് വേറൊരു രംഗം. അപ്പം എനിക്ക് വളരെ ബന്ധമുണ്ടായിരുന്ന ഒരു കോളേജാണ് UC കോളേജ്. ഞാൻ ആദ്യം UC കോളേജിൽ പോയപ്പോൾ അവിടെ ഒരു മെൻസ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചാർജുള്ള ഒരു പ്രൊഫസർ, അദ്ദേഹം ഒന്ന് വളരെ പ്രായം ചെന്ന ആളായിരുന്നു, റിട്ടയർമെൻറ്റിൻ്റെ അടുത്ത് എത്തിയ ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരുപാട് ഹോസ്റ്റലുകളുണ്ടായിരുന്നു. മിക്കവാറുമുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഹോസ്റ്റലിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം ഈ അധ്യാപകരും വിദ്യാർത്ഥികളെല്ലാം ഒത്തുകൂടി പല പരിപാടികളും നടത്തിയിരുന്നു. ചർച്ച, കളികൾ, സംവാദങ്ങൾ. അപ്പോൾ അക്കാലത്തെ ഈ ഹോസ്റ്റൽ ജീവിതം എന്ന് പറയുന്നത് വളരെ സൗഹാർദ്ദപരമായിരുന്നു. അപ്പോൾ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനും മറ്റും കൂടുതൽ പ്രയോജനപ്പെട്ടിരുന്നത് ഹോസ്റ്റലിലുള്ള ജീവിതമായിരുന്നു. ഈ 10 മുതൽ 4 വരെയുള്ള ക്ലാസ്സിനേക്കാൾ. അക്കാലത്തെ ഈ കോളേജിൽ നിന്ന് പാസ്സായി പോയവർ ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം വലിയ തുകകൾ കോളേജിന് ഡൊണേഷൻ കൊടുക്കുമായിരുന്നു, ഓഡിറ്റോറിയം കെട്ടാനെന്നും മറ്റുമൊക്കെ പറഞ്ഞു. കാരണം അവർക്കെല്ലാം ഈ കോളേജ് ജീവിതത്തെ പറ്റി വളരെ നല്ല ഓർമ്മകളാണ് ഉണ്ടായിരുന്നത്. ഈ കോളേജ് ജീവിതം അവർ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതേപ്പറ്റിയുള്ള ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി അവർ ഈ വേൾഡ് സ്റ്റുഡൻസ് ഡേക്കൊക്കെ വരുമായിരുന്നു. കാലം കഴിഞ്ഞതോടെ ഹോസ്റ്റലുകളിൽ അച്ചടക്കം ഇല്ലാതായി. കുട്ടികൾ വെളിയിൽ പോവും, പറയുന്ന സമയത്തൊന്നും തിരിച്ചു വരത്തില്ല. പിന്നെ കള്ള്, കഞ്ചാവ് തുടങ്ങിയതൊക്കെ ഹോസ്റ്റലിൽ സുലഭമായി. ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ വാർഡനെയും അധ്യാപകരെയും കുട്ടികൾ ബഹുമാനിക്കാതെയായി. വിദ്യാർത്ഥി അധ്യാപക ബന്ധം ഇല്ലാതായി. അങ്ങനെ നിവൃത്തിയില്ലാതെ ഹോസ്റ്റലുകൾ ഓരോന്നായിട്ട് പൂട്ടി. അവസാനം ഞാൻ കണ്ട അവസാനത്തെ മെൻസ് ഹോസ്റ്റലും പൂട്ടി. അപ്പോൾ ഈ അധ്യാപകരുടെ ജോലി ഒരു ബിസിനസ്സായിട്ട് മാറി. സമയത്ത് ക്ലാസ്സിൽ പോവുക, എന്തെങ്കിലും പഠിപ്പിക്കുക, തിരിച്ചു വരിക. അല്ലാതെ വിദ്യാർത്ഥികളുമായിട്ട് ഒരു ആത്മബന്ധവും ഇല്ലാതെ. പിന്നെ ഈ ഹോസ്റ്റലുകളിൽ
റാഗിങ് തുടങ്ങി. വളരെ ക്രൂരമായ റാഗിങ് ആയി പലയിടത്തും. ഈ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പോയി ചോദിക്കുക, റാഗിങ് വീരന്മാരൊക്കെ മലയാളികളാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മളുടെ വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റം വരാൻ എന്താണ് ഒരു കാരണം? എന്തുകൊണ്ട് അടുത്ത സംസ്ഥാനങ്ങളിൽ റാഗിങ് ഇങ്ങനെ വരുന്നില്ല? ഈ റാഗിങ് തുടങ്ങിയത് ഇംഗ്ലണ്ടിലാണ്, ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. വളരെ സഭ്യമായ രീതിയിലാണ് അവിടുത്തെ റാഗിങ്. അത് സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളുമായിട്ട് സൗഹൃദം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ റാഗിങ് അവർ വെച്ചിരിക്കുന്നത്. ഒരിക്കലും അത് ക്രൂരമായോ അസഭ്യമായ രീതിയിൽ റാഗിങ് അവിടെ നടക്കാറില്ല. അതൊരു പ്രശ്നമേ ആയിട്ട് ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ റാഗിങ് ഇങ്ങനെ ഒരു വളരെ മോശപ്പെട്ട രീതിയിലേക്ക് മാറാനായിട്ട് എന്താണ് കാരണം? അപ്പം ഇതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് നമ്മുടെയൊക്കെ വീടുകളിലും കാണുന്നത്. കുട്ടികൾ ഇന്ന് അച്ഛനമ്മമാരുടെ ഒന്നും മുഖത്ത് നോക്കാറില്ല. അവർ എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. ഭക്ഷണ സമയത്ത് പോലും ഒരുമിച്ച് വരാറില്ല. ഈ പണ്ടൊക്കെ പല വീടുകളിലും ഒരുമിച്ച് നാമജപിക്കുക, കുടുംബ പ്രാർത്ഥന, ഇങ്ങനെയൊക്കെ പതിവുണ്ടായിരുന്നു. ഇപ്പം മിക്ക വീടുകളിലും അതില്ല. അതിന് വിളിച്ചാൽ തന്നെ കുട്ടികൾ വരത്തില്ല. അപ്പോൾ അച്ഛനമ്മമാരുടെ നിയന്ത്രണം കുറഞ്ഞു പോകുന്നു. അപ്പൊ ഇതിനൊക്കെ പല കാരണങ്ങളുണ്ടായിരിക്കാം. പക്ഷേ ഒരു പ്രധാന കാരണം ഈ രാഷ്ട്രീയ ഇടപെടൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന് മാറ്റമുണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ ശൈലി തന്നെ മാറണം. ഈ അക്രമ രാഷ്ട്രീയം മാറിയിട്ട് ഒരു അച്ചടക്കമുള്ള രാഷ്ട്രീയ ശൈലി നമുക്കുണ്ടാകേണ്ടിയിരിക്കും.